ളുടെ ശരീരം ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം രോഗമില്ലാതെ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളില്ലാതെ നിലനിർത്തണമെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ മാംസാഹാരം ഒഴിവാക്കാം, മദ്യം ഒഴിവാക്കാം, നമ്മുടെ വീട് ഐശ്വര്യപൂർണമാക്കാം. ഇന്ത്യയില് 623 ദിവസം കൊണ്ട് 623 ദിവസം കൊണ്ട് ബയോകെമിസ്ട്രിയിൽ PhD എടുത്ത ഒരാളുണ്ടാവാനേ സാധ്യതയുള്ളൂ. അത് ഞാനാണ്. ആ ബയോകെമിസ്ട്രിയുടെ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയുടെ ഞാൻ എടുത്ത 4 പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയുടെയും PhDയുടെയും അടിസ്ഥാനത്തില് തുറന്നു പറയുന്നു, ആദ്യം നമ്മുടെ മനസ്സിനെ ഉയർത്തുക, ശരീരത്തിനെ ആരോഗ്യമുള്ളതാക്കാം. സനാതന ധർമ്മവേദിക്ക് അത് സാധിക്കും. വെജിറ്റേറിയൻ ഭക്ഷണം, കുറച്ച് ആചാരങ്ങള്, കുറച്ച് യോഗ, ചെറിയ എക്സർസൈസ്, ആവശ്യത്തിന് വെള്ളം, ഇടയ്ക്ക് ഭക്ഷണം ഒന്ന് മാറ്റാം. ഇത്രയും മതി നമ്മുടെ ശരീരത്തിന്. ഈ ശരീരം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ശരീരമല്ല. ഭക്ഷണം കഴിക്കുന്നത് ശരീരത്തെ കൊണ്ട് പ്രവർത്തിപ്പിക്കാനാ. തിന്നാൻ വേണ്ടി ജീവിക്കുന്നവര്, ജീവിക്കാൻ വേണ്ടി തിന്നുന്നവര്, രണ്ടിനും ഇടയ്ക്കാവണം. നിങ്ങള് രണ്ടിനും മാത്രമാവരുത്. ജീവിക്കാൻ വേണ്ടി തിന്നുന്നവരായാ പോരാ, കുറച്ച് നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിക്കണം. തിന്നാൻ വേണ്ടി ജീവിക്കുന്നവരും ആയാൽ പോരാ. അർത്ഥം മനസ്സിലാവുന്നുണ്ടല്ലോ ഇല്ലേ? ഞാൻ പറയുന്നതിൽ ഏതെങ്കിലും കാര്യം മനസ്സിലാവുന്നില്ലെങ്കിൽ ഇരുന്ന സ്ഥലത്ത് നിന്ന് കൈ ഉയർത്തണം. ഇരുന്ന വളരെ ഉയർത്തേണ്ട, ചെറുതായിട്ട്. വീണ്ടും ഞാൻ പറയാം. അതുകൊണ്ട് നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്ന ഇറച്ചി, മദ്യം, പാൻപരാഗ്, ആവശ്യമില്ലാത്ത മരുന്നുകള്, പിന്നെ ബീവറേജസിലെ ഡ്രിങ്ക്സ് ഒഴിവാക്കുക. ആചാരങ്ങൾ അനുഷ്ഠിക്കുക. കുറച്ച് ജീവിതം അടുക്കും ചിട്ടയുമുള്ളതാക്കുക. കുറച്ച് യോഗാസനമോ സൂര്യ നമസ്കാരമോ ചെയ്യുക. നല്ല രീതിയിൽ ജീവിച്ചാൽ ശരീരം കുറെ അധികം ആരോഗ്യമുള്ളതാവും. മൂന്നാമത്തേത് നമ്മുടെ കുടുംബ ബന്ധം. കുടുംബ ബന്ധം എങ്ങനെയുള്ളതാവണമെന്ന് അറിവ് നേടണം. അതിനുവേണ്ടി പ്രവർത്തിക്കണം. നമ്മുടെ കുടുംബത്തിന്റെ നന്മയോട് നമുക്ക് ഭക്തി ഉണ്ടാവണം. അപ്പൊ നമ്മുടെ വീട്ടില് ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെയാണോ ജീവിക്കുന്നത് അത് കണ്ടിട്ടാ മക്കള് പാഠം പഠിക്കുന്നത്. മകൻ അച്ഛനോടും അമ്മയോടും എങ്ങനെയാണ് പെരുമാറണമെന്ന് പഠിക്കുന്നത് നമ്മൾ നമ്മുടെ അച്ഛനോടും അമ്മയോടും എങ്ങനെ പെരുമാറുന്നു എന്ന് നോക്കിയിട്ടാ. നമ്മുടെ വീട്ടില് പുറത്തു നിന്ന് ആരെങ്കിലും വന്നിട്ട് ഐശ്വര്യം ഉണ്ടാക്കില്ല. നമ്മുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാക്കേണ്ടത് നമ്മളാണ്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ഭർത്താവിന് ഭാര്യ ചോറ് വിളമ്പിക്കൊടുക്കണം. ഭർത്താവിന് ചോറ് വിളമ്പിക്കൊടുക്കാൻ എത്ര കാലം ആയുസ്സുണ്ട് എന്ന് ഭാര്യയ്ക്ക് അറിഞ്ഞൂടാ. ഭാര്യ വിളമ്പിത്തരുന്ന ചോറ് കഴിക്കാൻ ഭർത്താവിന് എത്ര കാലം ആയുസ്സുണ്ടെന്ന് അറിഞ്ഞൂടാ. നമ്മുടെ മക്കൾക്ക് ചോറ് വിളമ്പിക്കൊടുക്കാൻ നമുക്ക് എത്ര കാലം ഭാഗ്യം ഉണ്ടെന്ന് അറിഞ്ഞൂടാ. മക്കൾക്ക് മാതാപിതാക്കൾ വിളമ്പിത്തരുന്ന ചോറ് കഴിക്കാൻ എത്ര കാലം യോഗം ഉണ്ടെന്ന് അറിഞ്ഞൂടാ. യോഗമുള്ളിടത്തോളം കാലം ഭാര്യാഭർത്തൃബന്ധം ദൃഢമാക്കണം. ചെറിയ ചെറിയ കാര്യങ്ങളില് നമ്മുടെ വീട്ടില് പ്രശ്നം ഉണ്ടാവരുത്. നമ്മുടെ വീട്ടില് നമ്മൾ പഠിക്കാനുള്ള സീതയും രാമനും തമ്മിലുള്ള ബന്ധം, പാർവതി പരമേശ്വരൻ തമ്മിലുള്ള ബന്ധം, ലക്ഷ്മിയും വിഷ്ണുവും തമ്മിലുള്ള ബന്ധം, ബ്രഹ്മാവും സരസ്വതിയും തമ്മിലുള്ള ബന്ധം എല്ലാം നോക്കാം. എല്ലാം കുടുംബ ബന്ധത്തെ ദൃഢമാക്കാനുള്ള ഈശ്വര സങ്കല്പമാണ് ഇവിടെ ഉള്ളത്. ശ്രീരാമൻ അറിയപ്പെട്ടത് പോലും ഭാര്യയുടെ പേരില, സീതാരാമൻ എന്നറിയപ്പെട്ടത്. സീതയുടെ പേര് ആദ്യം വരുന്നത്. രാമൻ അറിയപ്പെടുന്നത് സീതയുടെ പേരിലൂടെ, സീതാരാമൻ. മഹാവിഷ്ണു അറിയപ്പെടുന്നത് ഭാര്യയുടെ പേരില, ലക്ഷ്മി നാരായണൻ. ലക്ഷ്മി നാരായണൻ ആണാണോ പെണ്ണാണോ ഹിന്ദുവായ സ്ഥിതിക്ക് അറിയാൻ സാധ്യതയില്ല. അപ്പോ മഹാവിഷ്ണു അറിയപ്പെടുന്നത് ലക്ഷ്മി നാരായണൻ എന്ന പേരില, ശ്രീരാമൻ അറിയപ്പെടുന്നത് സീതാരാമൻ എന്ന പേരില. ഇന്നങ്ങനെയല്ല. ഇന്ന് പെണ്ണുങ്ങൾ അറിയപ്പെടുന്നത് ആണുങ്ങളോട് ചേർത്തിട്ട മിസ്സിസ് രാധാകൃഷ്ണൻ, മിസ്സിസ് ജോസഫ്, മിസ്സിസ്
ദാമോദരൻ എന്ന പേരില. പണ്ടങ്ങനെയല്ല, പണ്ട് മറിച്ച അത്രയും ബന്ധാണ് നമ്മുടെ പൂർവികര് ഭാര്യാഭർത്തൃ ബന്ധത്തിന് കൊടുത്തിരിക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ മാതാപിതാക്കൾക്ക് കൊടുത്തിരുന്നത്. ഞാൻ ഈ അമ്പലത്തിൽ പോയപ്പോ അമ്പലം കണ്ടപ്പോ എനിക്ക് തോന്നി, കേരളത്തിലെ മറ്റേത് അമ്പലങ്ങൾക്കും മാതൃകയായിരിക്കാവുന്ന ഒരു അമ്പലം. എത്ര ക്ലീൻ ആയിട്ടുണ്ട്, എത്ര നീറ്റായിട്ടുണ്ട്. ഒരു സ്ഥലത്ത് പോലും കറുത്തൊരു പാടില്ല. ഞാൻ പല അമ്പലങ്ങളിലും പോകുമ്പോ കുറെ സ്ഥലത്ത് വിറക്, കുറെ സ്ഥലത്ത് പൊതിമടല് കത്തിച്ചത്, കുറെ സ്ഥലത്ത് പായസം അടിപിടിച്ച പാത്രം, വേറെ കുറെ സ്ഥലത്ത് ചിരട്ട, വേറെ കുറെ സ്ഥലത്ത് തെങ്ങിന്റെ മടല്, ഇതെല്ലാം കൂടി ചേർന്ന് ഇതൊക്കെ എപ്പോഴാ ക്ലീൻ ചെയ്യാന്ന് ചോദിച്ചാൽ അവര് പറയും ഇതൊക്കെ ക്ലീൻ ചെയ്യാനുള്ള പരിപാടി നമ്മൾ ആവിഷ്കരിക്കുക, അടുത്തതിന്റെ പിന്നത്തെ വർഷം തുടങ്ങണമോ എന്നുള്ളതിനെ കുറിച്ച് അടുത്തതിന്റെ പിന്നത്തെ വർഷം മീറ്റിംഗ് കൂടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് മീറ്റിംഗ് കൂടുന്ന വല്ല കാര്യമുണ്ടോ? ഒരു 150 രൂപ ഉണ്ടെങ്കിൽ ഒരാളെ വിളിച്ച് ക്ലീൻ ചെയ്യാം, നിങ്ങൾ ആരെങ്കിലും വന്നാൽ ക്ലീൻ ചെയ്യാനേ ഉള്ളൂ. ഈ അമ്പലം നോക്കി പഠിക്കണം, എന്ത് ക്ലീനാ, ഇത് നീറ്റാ. ഞാൻ ആ അമ്പലത്തിലെ ഭാരവാഹികളോട് പറയുകയും ചെയ്തു, എല്ലാ കർക്കടക വാവിനും ഇവിടെ പിതൃകർമ്മം നടത്തണം. നല്ലതാ, ഞാൻ പഠിപ്പിച്ചു തരാം എന്താ പിതൃകർമ്മം എന്ന്. മാത്രല്ല പിതൃപൂജ എന്താണെന്ന് ഏത് ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഹിന്ദുവിനും ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്കും അത് ചെയ്യാം. സാധിക്കുമെങ്കിൽ ഈ മാർച്ച് 10-ാം തീയതി ശിവരാത്രിയുടെ അന്ന് ഒന്ന് തൃശ്ശൂര് കേച്ചേരിക്കടുത്ത്, കൈപ്പറമ്പിനും കേച്ചേരിക്കും ഇടയ്ക്ക് ഹൈവേയില് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ കേന്ദ്രമുണ്ട്. അവിടെ മാർച്ച് 10 ശിവരാത്രി ഹോളിഡേ രാവിലെ തൊട്ട് ഉച്ച വരെ ഓരോ മണിക്കൂർ ഇന്റർവെല്ലില് പിതൃകർമ്മമുണ്ട്. ഒരു 5 പേരെങ്കിലും ഇവിടെ നിന്ന് വരിക, എന്നിട്ട് അവിടെ വെച്ച് അത് പഠിക്കാം, ഞാൻ പഠിപ്പിക്കാം, എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്ന് നടത്താം. ഇത്രയും ഗംഭീരമായിട്ട് ഈ ഗ്രാമത്തിനകത്ത് പരിപാടി നടത്താൻ സാധിച്ച നിങ്ങൾക്ക്, നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും, അവരുടെ അച്ഛനും അമ്മയ്ക്കും, ഭാര്യയുടെ അച്ഛനും അമ്മയ്ക്കും, ഭർത്താവിന്റെ അച്ഛനും അമ്മയ്ക്കും, ആണ് പെണ്ണ്, ജാതി മത ഇസ വർഗ വർണ്ണ ഭാഷാ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഈ അമ്പലത്തിൽ നടത്താൻ സാധിക്കണം. എന്നിട്ട് 7 അമ്പലത്തിൽ നടത്തണം. എന്നിട്ട് 7 അമ്പലക്കാര്, ഓരോ അമ്പലക്കാരും 7 അമ്പലക്കാരെ കൊണ്ട് നടത്തിക്കണം. അപ്പൊ 1-ൽ നിന്ന് 7, 7-ൽ നിന്ന് 49, 49 × 7 വീട്ടിൽ ചെന്ന് കണക്കൂട്ടി നോക്കിയിട്ട് മറ്റുള്ളവരോട് പറയാം. അപ്പോ എല്ലായിടത്തും നടത്താൻ സാധിക്കും. നമ്മുടെ ഈ പിതൃകർമ്മം നടത്തുന്നത് മരിച്ചുപോയ വ്യക്തിയുടെ ആത്മാവിന് ശാന്തി കിട്ടാനൊന്നും അല്ല. അങ്ങനെയുള്ള ധാരണയൊക്കെ തെറ്റാ. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം ഈ ഭൂമിയിലെ അനുഭവങ്ങള് നമുക്ക് നേടാൻ സാധിച്ചത് നമ്മുടെ അമ്മയും അച്ഛനും നമുക്ക് ജന്മം നൽകിയത് കൊണ്ടാ. അവരോടൊരു കടപ്പാടുണ്ട്. അവരുടെ അച്ഛനും അമ്മയും അവർക്ക് ജന്മം നൽകിയത് കൊണ്ടാ അവർക്ക് നമുക്ക് ജന്മം നൽകാൻ സാധിച്ചത്. അവരോടൊരു കടപ്പാടുണ്ട്. ആ കടപ്പാട് വർഷത്തിൽ ഒരിക്കല് 1 മണിക്കൂർ സമയം നന്ദി സൂചകമായിട്ട് നമ്മൾ പിതൃകർമ്മം നടത്തുന്നു. അതില് അച്ഛൻ സ്വർഗത്തിൽ പോയോ നരകത്തിൽ പോയോ, അച്ഛന്റെ ആത്മാവ് അടുത്ത ജന്മം എടുത്തോ, അല്ലെങ്കിൽ അച്ഛൻ ഇങ്ങനെ മതിയോ, ഇതൊന്നും അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ആർക്കും ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ തിരുനെല്ലിയിൽ പോയി ചെയ്തിട്ടുണ്ട്, ഞാൻ ഗയയിൽ പോയി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എവിടെ പോയി ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്നുകിൽ നിങ്ങൾ മരിക്കണവരെ അല്ലെങ്കിൽ നിങ്ങൾ ചാവുന്നത് വരെ പിതൃകർമ്മം ചെയ്യണം. രണ്ടായാലും വേണം. അർത്ഥം മനസ്സിലായല്ലോ ഇല്ലേ? പിതൃകർമ്മം നിങ്ങൾ ചെയ്യണം എന്നുള്ളത് ഭാരതത്തിന്റെ പൈതൃകത്തിന്റെ ഭാഗം. അത്ര ഉറപ്പിച്ചു പറയണ എന്താ? ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് രാമചന്ദ്രൻ നായരുടെ നിർദ്ദേശപ്രകാരം ഹൈക്കോടതിയുടെ ആവശ്യത്തിന് വേണ്ടി ധർമ്മശാസ്ത്രം വിവർത്തനം ചെയ്യാൻ എന്നെ ഏൽപ്പിച്ച് ഞാനാ അത് വിവർത്തനം ചെയ്തത്. ആ വിവർത്തനം ചെയ്ത പുസ്തകവും അവിടെ ഉണ്ട്, ധർമ്മശാസ്ത്രം എന്ന് പറഞ്ഞ്. അപ്പൊ ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ടല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ തന്നെ പഠിച്ച് 100 അധ്യായങ്ങള് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതാണ്. അപ്പൊ ധൈര്യമായിട്ട് പറയാം, അത് ഉറപ്പിച്ചു പറയുകയും ചെയ്യാം. അപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛനോട്, അമ്മയോട്, മക്കളോട്, ഇവരോടൊക്കെ പെരുമാറാൻ നല്ല രീതിയിൽ 3 വയസ്സ് മുതൽക്ക് കുട്ടികളെ പഠിപ്പിക്കണം. അവര് ബിടെക് പഠിച്ചാൽ അവര് ബിടെക് പഠിക്കും, അവര് MBBS പഠിച്ചാൽ അവര് MBBS പഠിക്കും, അവരെ LLB പഠിപ്പിച്ചാൽ അവർ LLB പഠിക്കും.
അവരെ ബികോം പഠിപ്പിച്ചാൽ ബികോം പഠിക്കും. അവരെ മൂല്യങ്ങൾ പഠിപ്പിച്ചാൽ മൂല്യങ്ങൾ പഠിക്കും. പഠിപ്പിക്കാതെ അവരെങ്ങനെയാ പഠിക്കുക? അവര് സ്കൂളിൽ ചെന്ന് പഠിക്കില്ല. കാരണം അവർക്ക് സ്കൂളില് തിങ്കളാഴ്ച മുതൽക്ക് വെള്ളിയാഴ്ച വരെ 7 മണിക്കൂറാണ് സ്കൂളില് നമ്മുടെ മക്കൾ ഇരിക്കുന്നത്. ആ 7 മണിക്കൂർ സിലബസിലുള്ളത് പഠിക്കണം. പിന്നെ എങ്ങനെയാ ബാക്കിയുള്ളത് പഠിക്കാനുള്ളത്? 45 കുട്ടികളാ ഒരു ക്ലാസ് മുറിയിലുള്ളത്. ആ ടീച്ചർക്ക് സിലബസ് പഠിപ്പിച്ച് തീർക്കണോ അല്ല മൂല്യങ്ങൾ പഠിപ്പിക്കാനാണോ സമയമുള്ളത്? ചിന്തിച്ചു നോക്ക. നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികള് തിങ്കളാഴ്ച മുതൽക്ക് വെള്ളിയാഴ്ച വരെ 17 മണിക്കൂർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ശനി ഞായർ 24 മണിക്കൂർ നമ്മുടെ കുട്ടികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. സമ്മർ വെക്കേഷൻ, ഓണം വെക്കേഷൻ, ക്രിസ്തുമസ് വെക്കേഷൻ, എല്ലാപ്പോഴും നമ്മുടെ മക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ നമുക്ക് പഠിപ്പിക്കാൻ പറ്റാത്തത് പിന്നെ എങ്ങനെയാ അവർ പഠിക്കുക? അവർക്ക് നല്ല സന്ദേശങ്ങൾ കൊടുക്കാം, അവർക്ക് നല്ല ജീവിതാനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവർക്ക് നല്ല കഥകൾ പറഞ്ഞു കൊടുക്കുക, എങ്ങനെയാ ജീവിതത്തെ അഭിമുഖീകരിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുക. അവരെ ഒന്ന് അമ്പലത്തിൽ കൊണ്ടുപോവുക, അവരെ ഒരു അനാഥാലയത്തിൽ കൊണ്ടുപോവുക. എന്താ അനാഥാലയത്തിലെ കുട്ടികളുടെ അവസ്ഥ എന്നൊന്ന് പറഞ്ഞു കൊടുക്കാം. അവരെ ഒന്ന് വൃദ്ധസദനത്തിൽ കൊണ്ടുപോവുക. പ്രായമായാൽ മനുഷ്യർക്ക് എന്ത് സംഭവിക്കുമെന്ന് നമ്മുടെ കുട്ടികളെ ഒന്ന് കാണിച്ചു കൊടുക്കാം. വിശക്കുന്നവരെ ഒന്ന് കാണിച്ചു കൊടുക്കാം. എച്ചിലയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഭിക്ഷക്കാരെ ഒന്ന് കാണിച്ചു കൊടുക്കാം. അവരെ ഡെഡ് ബോഡി കാണിച്ചു കൊടുക്കാം. സാധിക്കെങ്കിൽ മോർച്ചറി കൊണ്ടുപോവുക. നിങ്ങൾ തലയുറ്റി വീഴുമെങ്കിൽ കൊണ്ടുപോകണ്ട. ഇതൊക്കെ നമ്മുടെ മക്കളെ കാണിച്ചു കൊടുക്കണം. ഇതൊന്നും കാണിച്ചു കൊടുക്കാതെയാണ് നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുക. നിങ്ങൾ നോക്കുക, ഒരു പള്ളിയില് ആരെങ്കിലും മരിച്ച് ശവമടക്കുമ്പോ എല്ലാ കുട്ടികളെയും കൊണ്ടുവരും. എന്തിനറിയോ? മനുഷ്യന് മരണമുണ്ട്. ആ ഡെഡ് ബോഡി എങ്ങനെ ഇരിക്കും, ആ അച്ഛനോ അമ്മയോ മരിച്ചാൽ എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്ന് ആ കുട്ടികളെ നിർത്തിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മരിച്ചാൽ കുട്ടികളെ മാറ്റി നിർത്തും. കാരണം കുട്ടികൾ പേടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്, കുട്ടികൾ മരണത്തെക്കുറിച്ച് അറിയണ്ടെന്ന് വിചാരിച്ചിട്ട്. അവരിപ്പോ മരണത്തെക്കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോഴാ അറിയുക? അപ്പൊ യഥാർത്ഥത്തില് നമ്മുടെ കുട്ടികളെ കുറിച്ച് നമ്മൾ എന്താ പറയുക? ഞാൻ ജീവിതത്തിൽ ഒത്തിരി അനുഭവിച്ചു, എന്റെ മക്കള് ഇതൊന്നും അനുഭവിക്കേണ്ടി വരരുത്. ആര് പറഞ്ഞു അങ്ങനെ ജീവിപ്പിക്കാൻ? നമ്മുടെ മക്കള് നമ്മുടെ വീട്ടിലിരിക്കുമ്പോഴാണ് മഴ നനഞ്ഞ് പഠിക്കണം, വെയിൽ കൊണ്ട് പഠിക്കണം, മണ്ണിൽ കളിച്ച് പഠിക്കണം, മണ്ണ് മാന്തി കളിക്കണം, പനി വരുമ്പോ 2 ദിവസം പട്ടിണി കിടക്കണം, പനി വരുമ്പോ കുറച്ച് ചുമക്കണം. ഇതൊക്കെ ആ കുട്ടികൾ പഠിക്കണം. ജീവിതം എന്ന് പറയുന്നത് ഇതെല്ലാമാണ് എന്ന് നമ്മൾ ആ കുട്ടികളെ സ്വർണ്ണ തൊട്ടിലാ വളർത്തുക. അതാ കുറച്ച് കഴിയുമ്പോ ലവ് ജിഹാദിന്റെ പുറകിലും യേശു ക്രിസ്തുവിന്റെ പുറകിലും ഒക്കെ പോകുന്നത്. യേശു ക്രിസ്തുവിന് അവനവനെ തന്നെ രക്ഷിക്കാൻ പറ്റിയിട്ടില്ല. അതാ 2000 കൊല്ലായിട്ട് കുരിശി തൂങ്ങിക്കിടക്കണത്. അവനവൻ തൂങ്ങിക്കിടക്കണവനാ മറ്റുള്ളവനെ രക്ഷിക്കാനായിട്ട് മുമ്പോട്ട് വരുന്നത്. ഈ കള്ളന്മാരായ അച്ഛന്മാരും കന്യാസ്ത്രീകളും പറയുന്നത്, കുറെ 2 കർദിനാൽമാരും ഉണ്ട് പുതിയതായിട്ട് വന്നിരിക്കുന്ന, പിന്നെ കുറെ ബിഷപ്പുമാരുണ്ട്. ജീവിതത്തിൽ സത്യം പറയാത്ത പാർട്ടികളാ. അവരിലേക്ക് എന്തിനാ കൊണ്ടുപോകുന്നത്? കാരണം ഇവിടെ ഒന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് കിട്ടുന്ന സ്ഥലത്തേക്ക് അവർ പോകുന്നു. അപ്പൊ നമ്മുടെ മക്കൾക്ക് ശരീരം നൽകിയാൽ മാത്രം പോരാ, നല്ലൊരു മനസ്സും നമ്മൾ നൽകണം. നമ്മുടെ മക്കൾക്ക് അവരെ ഗ്രേറ്റ് ആക്കിയാൽ മാത്രം പോരാ, അവരെ ഗുഡാക്കുകയും വേണം. അവർക്ക് നല്ല നല്ല ഭക്ഷണങ്ങൾ കൊടുക്കുമ്പോൾ ഓർമ്മിക്കുക, എക്സ്ട്രാ ഗ്രോയിങ് പവർ അല്ല മക്കൾക്ക് വേണ്ടത്, നോർമൽ ഗ്രോയിങ് പവറാ. നമ്മൾ വിചാരിച്ചു എക്സ്ട്രാ ഗ്രോയിങ് പവർ. എന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ കുട്ടിയുടെ ഈ ചെവി എക്സ്ട്രാ ഗ്രോയിങ് പവറായി, ഇത് നോർമൽ ഗ്രോയിങ് പവറായി. എങ്ങനെ ഇരിക്കും കുട്ടിയെ കണ്ടാൽ? എന്തിനാ നമുക്ക് എക്സ്ട്രാ ഗ്രോയിങ് പവർ? ഇപ്പൊ പല കുട്ടികൾക്കും കോംപ്ലാനൊക്കെ കൊടുത്ത് പലതിൻ്റെയും കഴുത്താ കൂടുതൽ വളരുന്നത്, ജിറാഫിനെ പോലെ. അവർക്ക് നോർമൽ ഭക്ഷണം കൊടുത്താൽ പോരെ? എന്തിനാ ഈ ഹോർലിക്സ് കൊടുക്കുന്നത്? ഞാൻ കുറെ കാലം അമേരിക്കയിൽ ഉണ്ടായിരുന്നതാ. കാനഡയിൽ ആർട്ടിക് ഓഷ്യന്റെ അടുത്ത് യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ടയിൽ ഉണ്ടായിരുന്നു, മിഷിഗൺ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്നു, ഇല്ലിനോയ്സ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്നു. അവിടെ രാത്രി ഉറങ്ങാത്ത കുട്ടികൾക്ക് ഉറങ്ങാൻ വേണ്ടി കൊടുക്കുന്ന സാധന ഹോർലിക്സ്. ഇവിടെ അത് സ്കൂളിൽ പോകുമ്പോഴാണ് കൊടുക്കണേ. എങ്ങനെ ഇരിക്കും? അവിടെ രാത്രി കിടന്ന് ഉറക്കം വരാത്ത കുട്ടികൾക്ക് കൊടുക്കുന്ന സാധനമാണ് ഹോർലിക്സ്. ഞാൻ കണ്ടിട്ടുള്ളതാ, ഞാൻ കേട്ടതല്ല.
ആ ഹോർലിക്സ് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ആരോഗ്യം വരട്ടെ എന്ന് പറഞ്ഞ് കൊടുത്താൽ അവൻ സ്കൂളിൽ പോയി ഉറങ്ങും. എന്നിട്ട് അവനെ തല്ലിയത് കൊണ്ട് പ്രയോജനമൊന്നുമില്ല. കമ്പനിക്കാര് ബോൺവിറ്റയും ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി എന്നൊക്കെ പറഞ്ഞ് ഓരോന്നും അഡ്വർടൈസ്മെന്റിൽ വരും. എൻ്റെ മകന് നല്ല ശരീരം ഉണ്ടാവാൻ ഇതൊക്കെ അവനെ തീറ്റും. എന്നിട്ട് ശരീരം വളരും, ബുദ്ധി വളരില്ല. കാരണം ശരീരത്തിനൊപ്പം അല്ല ബുദ്ധി വളർന്നിരിക്കുന്നത്. 7 വയസ്സാവുമ്പോ പെൺകുട്ടികള് പ്യൂബർട്ടി വരും. അവരുടെ ശരീരം വളരെയധികം വർദ്ധിച്ചു, അവരുടെ മനസ്സ് വളർന്നിട്ടില്ല, പ്രായവും വളർന്നിട്ടില്ല. അച്ഛനമ്മമാര് ചെയ്യുന്ന കൊലപാതകമാണത്. അതാണ് അറിയേണ്ടത്. അവർക്ക് എന്ത് തരത്തിലുള്ള ഡ്രസ്സ് ഇടിക്കണമെന്ന് അറിയണം. അവരുടെ വളർച്ചയ്ക്ക് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. നമ്മുടെ മക്കൾ പറയുന്ന ദുഃഖം, വേദന, തടസ്സങ്ങള് അത് കേൾക്കാൻ അമ്മയ്ക്ക് സമയം ഉണ്ടാവണം. ആ കുട്ടികളെ ആശ്വസിപ്പിക്കണം, ആ കുട്ടികളെ അഭിനന്ദിക്കണം, ആ കുട്ടികളെ അനുമോദിക്കണം, ആശീർവദിക്കണം. അവര് പറയുന്നത് മുഴുവനും കേൾക്കണം, ഓർമ്മിക്കുക. ആ കുട്ടികളെ ശപിക്കാൻ നിങ്ങൾക്ക് അവകാശം ഇല്ല. ചില വീട്ടിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, അമ്മമാര് അച്ഛന്മാര് പറയുന്നുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കേട്ടിരിക്കുന്നത് അമ്മമാര് പറയുന്നതാ, നീ നന്നാവില്ല, എൻ്റെ ഒരു ഗതികേടാ നിന്നെ പോലൊരു കുട്ടിയെ കിട്ടിയത്, ഏത് ജന്മത്തിൽ ചെയ്ത പാപമാണോ ഈശ്വര നിന്നെ വളർത്തേണ്ടി വന്നത്. എന്നിട്ട് തലയ്ക്ക് കിഴുക്കുന്ന കണ്ടിട്ടുണ്ട്, ചെവി പിടിച്ച് വലിക്കുന്ന കണ്ടിട്ടുണ്ട്. ആ കുട്ടി തിരിച്ചൊന്ന് ചോദിച്ചു എന്ന് വിചാരിക്കുക, ഞാൻ പറഞ്ഞിട്ടാണോ എന്നെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്? ഞാൻ പറഞ്ഞിട്ടാണോ എന്നെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് ആ കുട്ടി ചോദിച്ചാൽ എന്ത് പറയും അമ്മയും അച്ഛനും ഉത്തരം? അതുകൊണ്ട് കുട്ടികളെ ശപിക്കാൻ നിങ്ങൾക്ക് ആർക്കും സ്വാതന്ത്ര്യം ഇല്ല. ഒരു തമാശയായിട്ട് കൂടി ഞാൻ പറയാറുണ്ട്, ഒരു കള്ളന് ഏത് വഴി കൂടെ വേണമെങ്കിലും ഓടാം, പോലീസുകാരന് കള്ളന്റെ പുറകെ മാത്രമേ ഓടാൻ പറ്റുള്ളൂ. കള്ളന് ഏത് വഴി കൂടെ വേണമെങ്കിലും ഓടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ പോലീസുകാരനാണ്, IG ആണ്, സർക്കിളാണ്, SI ആണ്, കള്ളൻ അങ്ങോട്ട് ഓടിയാലും ഞാൻ ഇങ്ങോട്ടേ ഓടുള്ളൂ എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. നമ്മുടെ മക്കൾക്ക് ബിഹേവ് ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ട്, മിസ്ബിഹേവ് ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ട്. മാതാപിതാക്കൾക്ക് ബിഹേവ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമേ ഉള്ളൂ, മിസ്ബിഹേവ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. അറിയണം നിങ്ങള്. ജീവിതത്തിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാ ഞാൻ പറയണത്. പുതിയതായിട്ട് ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. നിങ്ങൾക്കറിയുന്ന കാര്യമാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾ ഓർക്കാത്ത കാര്യം നിങ്ങൾക്കറിയാം, ഓർമ്മിക്കണില്ല. അതുകൊണ്ട് നിങ്ങൾ ഓർമ്മിക്കണം. അതാണ് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത്. നമ്മുടെ വീട്ടില് ഞാൻ ചിലരോട് പറയാറുണ്ട് തമാശന്, അത് ആദ്യം പറയുമ്പോ ആർക്കും മനസ്സിലാവുകയില്ല. അടുത്ത കാലത്ത് ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കുന്ന കണ്ടു. മാതാപിതാക്കൾക്ക് എല്ലാ അമ്മമാരോടും അയാൾ പറഞ്ഞു വിരല് ചൂണ്ടാൻ പറഞ്ഞു. എല്ലാവരും വിരല് ചൂണ്ടി. വലത്തേക്ക് ആക്കാൻ പറഞ്ഞു, എല്ലാവരും വലത്തേക്കാക്കി. എന്നിട്ട് കൈ ഉയർത്താൻ പറഞ്ഞു, എല്ലാവരും കൈ ഉയർത്തി. കൈ മുമ്പോട്ടാക്കാൻ പറഞ്ഞു, മുമ്പോട്ടാക്കി. താടിയിൽ തൊടാൻ പറഞ്ഞു. എന്നിട്ട് അയാൾ കവിളത്ത് തൊട്ടു. എല്ലാവരോടും താടിയിൽ തൊടാൻ പറഞ്ഞു, അയാൾ കവിളത്ത് തൊട്ടു. മുമ്പിലിരിക്കുന്ന എല്ലാ അമ്മമാരും കവിളത്താ തൊട്ടത്. അയാൾ പറഞ്ഞത് താടിയിൽ തൊടാനാ, പക്ഷെ അയാൾ തൊട്ടത് കവിളത്താ. എന്താ അതിന്ന് മനസ്സിലാക്കിയത്? നമ്മൾ ഉപദേശിച്ചു കൊടുക്കുന്നതല്ല മക്കൾ എടുക്കുന്നത്, കാണിച്ചു കൊടുക്കുന്നതാ. നമ്മൾ കാണിച്ചു കൊടുക്കുന്നതാ മക്കൾ എടുക്കുന്നത്, ഉപദേശിക്കുന്നതല്ല എടുക്കുക. ഉപദേശിച്ചത് താടിയിൽ തൊടാനാ, ചെയ്ത് കാണിച്ചു കൊടുത്തത് കവിളിൽ തൊട്ടിട്ടാ. അപ്പൊ അയാള് കവിളിൽ തൊട്ടപ്പോ മുമ്പിലിരുന്ന അമ്മമാരെല്ലാം കവിളിൽ തൊട്ടു. പക്ഷെ ഇയാള് പറഞ്ഞത് താടിയിൽ തൊടാനാ, പറഞ്ഞതല്ല മുമ്പിലുള്ളവർ കേട്ടത്. ഇത് തന്നെയാ വീട്ടിലും. മക്കളെ ഉപദേശിച്ചത് കൊണ്ട് മാത്രമായില്ല, മക്കൾക്ക് ചില കാര്യങ്ങള് കാണിച്ചു കൊടുക്കുകയും കൂടി വേണം. ധർമ്മം എന്താണ്, നീതി എന്താണ്, ന്യായം എന്താണ്, ശരി എന്താണെന്ന് കാണിച്ചു കൊടുക്കണം. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ജീവിത കഥ, മഹാത്മാഗാന്ധിയുടെ ജീവിത കഥ, എല്ലാം ഉള്ളത് ഉപേക്ഷിച്ച് രാഷ്ട്രത്തിന് വേണ്ടി ജീവിച്ച വിവേകാനന്ദന്റെ കഥ, ചരിത്രം, മഹർഷി അരവിന്ദന്റെ ചരിത്രം, എല്ലാവരുടെയും നന്മ നിറഞ്ഞവരാരാണോ അത് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ വീട്ടിൽ രാവിലെയും വൈകുന്നേരവും 10 മിനിറ്റെങ്കിലും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. 2 നേരവും വിളക്ക് കത്തിക്കണം. വീട്ടിനകത്ത് രാവിലെയും വൈകുന്നേരവും നേരത്തെ കുളിക്കണം. എന്നിട്ട് 15 പ്രാവശ്യം ദീർഘശ്വാസം ഭക്ഷണത്തിന് മുമ്പ് പ്രാർത്ഥിക്കണം. ഇറച്ചി വീട്ടിൽ ഒഴിവാക്കണം. ഒരു പോത്തിനെയും
പശുവിനെയും കൊല്ലുന്നതൊന്ന് ആലോചിച്ചാൽ പിന്നെ ഈ ജന്മത്തിൽ നിങ്ങൾ ഇറച്ചി കഴിക്കില്ല. അത്ര ക്രൂരമായിട്ടാ പശുവിനെയും പോത്തിനെയും കൊല്ലുന്നത്. ഒരു മുട്ടുസൂചി എടുത്ത് നിങ്ങളുടെ ഈ ഭാഗത്തൊന്ന് അമർത്തി ഇറക്കി നോക്കുക, ഒരു മുട്ടുസൂചി കുത്തി ഇറക്കി നോക്കുക, അത്ര വേദന ഉണ്ടെന്ന്. ഒരു മുട്ടുസൂചിയുടെ വേദന താങ്ങാൻ പറ്റാത്ത നമ്മള് ഒരു കത്തി കഴുത്തിലൂടെ ഇറങ്ങുമ്പോൾ ആ പോത്ത് അല്ലെങ്കിൽ പശു അനുഭവിക്കുന്ന വേദന നമ്മളെക്കാൾ കട്ടിയുള്ള തൊലിയ അതിനെ അറുത്തറുത്ത് പീസാക്കുന്നത്. അതും സ്പൈനൽ കോഡ് മുറിക്കാതെ 1.25 മണിക്കൂർ കൈകാലിട്ട് അടിച്ച് ചോര തെറിച്ച് വേദനിച്ച് ആ ഡെഡ് ബോഡിയാ നിങ്ങൾ തിന്നുന്നത്. വെറുതെ അല്ല കേരളത്തിലെ ഹാർട്ട് അറ്റാക്കും ക്യാൻസറും കൂടുന്നത്. ആ മൃഗത്തിന്റെ വേദനയുടെ ശാപം നിങ്ങളുടെ തലയിൽ വരരുത്. ഇവിടെ ഞാൻ നിങ്ങളുടെ എന്നാ പറയുന്നത്, കാരണം ഞാൻ നോൺ വെജ് അല്ല, പ്യൂർ വെജിറ്റേറിയനാ. അതുകൊണ്ട് നന്മ നിറഞ്ഞ ആഹാരം മക്കൾക്ക് കൊടുക്കുക, നന്മ നിറഞ്ഞ ആചാരങ്ങൾ അനുഷ്ഠിക്കുക. നമ്മുടെ വീട്ടിനകത്ത് നല്ല രീതിയിൽ ബന്ധം ഉണ്ടാക്കുക. അപ്പൊ നമ്മുടെ മക്കൾക്ക് ലവ് ജിഹാദ് വരില്ല. നമ്മുടെ മക്കള് ക്രിസ്ത്യാനികളായിട്ട് മതം മാറി പോവില്ല. യേശു ക്രിസ്തുവിന്റെ അടുത്തേക്ക് ഞാൻ അമേരിക്കയിൽ പോയിട്ടുണ്ട്. അവിടെ ഒറ്റ ക്രിസ്ത്യാനിയില്ല, ഒറ്റ ക്രിസ്ത്യാനിയില്ല യൂറോപ്പില്. അവിടുത്തെ പള്ളിയൊക്കെ വിൽക്കുക, ഓരോരുത്തർക്ക് കിട്ടിയ വിലക്ക് വിൽക്കുക. 3 കൊല്ലം മുമ്പ് ലണ്ടനിൽ പോയിരുന്നു ഞാൻ. 14 പള്ളികളിൽ പ്രസംഗിച്ചു. 14 പള്ളികളിലും ഒരു ക്രിസ്ത്യാനിയും വന്നില്ല. ആ പള്ളികളൊക്കെ ഹിന്ദുക്കൾ വാങ്ങിച്ചു, എന്നിട്ട് ഹിന്ദുക്കളുടെ അമ്പലാക്കി. അവിടെ മഹാവിഷ്ണുവിനെയൊക്കെ കൂടുതൽ പള്ളികൾ വാങ്ങിച്ചിരിക്കുന്ന ഗുജറാത്തികളാ. കാരണം അവർക്കറിയാം ലോകത്തില് ശുദ്ധ അബദ്ധമുള്ള ഒരു പുസ്തകമാണ് ബൈബിൾ എന്ന് പറഞ്ഞാൽ. അതൊന്ന് ആലോചിച്ച് നോക്കുക. ആദവും അവ്വയും, ആദത്തിന് കായീൻ എന്ന ഒരു മകനുണ്ടായി. മകൻ വിവാഹം കഴിച്ചു, അതാണ് ഉൽപ്പത്തി. ആദവും അവ്വയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് ഒരു മകനേ ഉണ്ടായിരുന്നുള്ളൂ, കായീൻ. കായീൻ വിവാഹം കഴിച്ച പെണ്ണ് ഏതാ? ആദവും അവ്വയും മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ കായീൻ എന്നൊരു മകനും 3 പേരല്ലേ ഉള്ളൂ. കായീൻ വിവാഹം കഴിച്ചു, പിന്നെ അവർക്ക് ആബേൽ എന്നൊരു മകനുണ്ടായി. അത് വലിയ വിഷമമുള്ള കാര്യമൊന്നുമല്ല. അയാളും വിവാഹം കഴിച്ചു. അപ്പൊ ആ പെണ്ണേതാ? എന്നിട്ട് ഇവരോടെല്ലാം കർത്താവായ യഹോവ. യഹോവ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കൽ വായിച്ചാൽ നിങ്ങൾ നെഞ്ചത്ത് കൈവയ്ക്കും, ഇങ്ങനെ ഒരു ദൈവം ഉണ്ടോന്ന്. യഹോവ എന്ന ദൈവം പറയുന്നത് കേട്ടിട്ട് അമേരിക്കയിൽ ഒരു സംഘടനയുണ്ട്, ഫാക്ട് ഫൈൻഡിങ് സൊസൈറ്റി ഓഫ് അമേരിക്ക. അവരെന്താ പറഞ്ഞറിയോ? ബൈബിള് നിരോധിച്ചേ മതിയാവുന്നാണ്. അത്ര തീവ്രവാദമാണ് ബൈബിള്. യഹോവ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ തീവ്രവാദിയായിട്ടുള്ള ദൈവം. ബിൻ ലാദനൊക്കെ 150 പേരെ കൊന്നിട്ടുള്ളൂ. യഹോവ 1,80,000 പേരാണ് ഒറ്റയടിക്ക് കൊന്നത്. എന്താ കാരണം? യഹോവയെ പൂജിച്ചില്ല എന്ന കാരണത്തില്. നിങ്ങൾ ബൈബിൾ ഒന്ന് വായിക്കണം. ക്രിസ്ത്യാനികൾ ബൈബിള് വായിക്കില്ല. ഒരിക്കൽ വായിച്ച പിന്നെ അവൻ ക്രിസ്ത്യാനിയായി തുടരുകയില്ല. ഈ അച്ഛന്മാരും ഈ കന്യാസ്ത്രീകളും ക്രിസ്ത്യാനികളെ ബൈബിള് വായിക്കാൻ അനുവദിക്കുകയില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ എടുക്കണ്ട, നിങ്ങളൊന്ന് നോക്കണം. തട്ടിപ്പും വെട്ടിപ്പും ചതിയും വഞ്ചനയും കൊണ്ട് മാത്രം ലോകത്തിൽ പ്രചരിച്ചൊരു മതം ഉണ്ടെങ്കിൽ അത് ക്രിസ്തുമതാണ്. കൊലപാതകവും വാളും ചോരയും വെടിക്കെട്ടും കൊണ്ട് മാത്രം പ്രചരിച്ചൊരു മതം ഉണ്ടെങ്കിൽ അത് ഇസ്ലാം മതമാണ്. ആ കൊലയും കൊള്ളിവെപ്പും കൊണ്ടാണ് അത് വളർന്നത്. 69 രാജ്യത്തിൽ ഇസ്ലാം മതം പ്രചരിച്ചത് വാളിന്റെ ശക്തി കൊണ്ടാ. കേരളത്തിൽ മാത്രം പ്രേമത്തിന്റെ ശക്തി കൊണ്ട് വളരണത്. കാരണം വാളെടുത്താൽ ജയിലിൽ പോകുന്ന അറിയാം. അതുകൊണ്ട് പ്രേമിച്ചിട്ട് കല്യാണം കഴിക്കാം. ഇതൊക്കെ അറിവ് കൊടുക്കണം നമ്മുടെ ധർമ്മത്തെ സംരക്ഷിക്കാൻ. ഒരു 10,000 വർഷത്തെ പാരമ്പര്യമുള്ള സംസ്കാരം. ആ സംസ്കാരം ഇന്ന് ലോക ജനത 2 കൈ നീട്ടി സ്വീകരിക്കുമ്പോൾ അതിന്റെ മഹത്വം അറിയാത്ത നമ്മള് മറ്റു മതത്തിലേക്ക് നമ്മുടെ മക്കൾ പോകുന്നു. നമ്മുടെ മക്കൾക്ക് നമ്മുടെ പൈതൃകത്തിന്റെ മഹത്വം പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ട് സംഭവിക്കണതാ അത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അമേരിക്കയിൽ പോയാൽ കാണാം 10 ലക്ഷക്കണക്കിന് വ്യക്തികളാ ഹിന്ദു ധർമ്മത്തിന്റെ മഹത്വമേറിയ സന്ദേശങ്ങൾ സ്വീകരിക്കുന്നത്. അവരെ ഹിന്ദുക്കളായിട്ട് മതപരിവർത്തനം ചെയ്തിട്ടല്ല സ്വീകരിക്കുന്നത്. എൻ്റെ മുമ്പിലുള്ളവരോട് ഒരു അഭ്യർത്ഥന, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും
ഹരിദ്വാറിലേക്കും ഋഷികേശിലേക്കും പോകണം. വലിയ ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല. ഹരിദ്വാറിലേക്ക് നേരിട്ട് ട്രെയിൻ ഉണ്ട്. ഇവിടുന്ന് 2.5 ദിവസം ആ ഹരിദ്വാറിൽ ഇറങ്ങി ഗംഗയിൽ കുളിച്ച് അവിടെ നല്ല ചായ കിട്ടും, നല്ല രസ. ഒരു ദിവസം 10.5 ലക്ഷം പേരാ ഹരിദ്വാറിൽ കുളിക്കുന്നത് 365 ദിവസവും. എന്നിട്ട് പുറത്തേക്ക് വന്നാൽ 35 രൂപ കൊടുത്താൽ ഓട്ടോറിക്ഷ കിട്ടും. അവിടെ നിന്ന് നേരെ ഋഷികേശി പോവാം. നമ്മുടെ ഭാഗവതം എഴുതാൻ കാരണമായ പരീക്ഷിത് മഹാരാജാവ് ശ്രീശുക ബ്രഹ്മർഷിയെ ആർത്ത് വിളിച്ച ആ ഗംഗാതീരത്തു കൂടെ നടക്കാം, ഗംഗയിലൊന്ന് കുളിക്കാം. ഋഷികേശി പോയാൽ കാണാം 10,000കണക്കിന് വിദേശികള് ആശ്രമങ്ങളിൽ താമസിക്കുന്നത്. അവര് വെള്ളമടിക്കാനൊന്നുമല്ല വന്നിരിക്കുന്നത്, നല്ല കറക്റ്റ് ധ്യാനിക്കാൻ. എത്ര പേരാ ഗംഗ ആരത്തി എന്ന് പറഞ്ഞുകൊണ്ട് 6.5 മണിക്കുണ്ട്. 100 കണക്കിന് 1000കണക്കിന് വിദേശികള് ആ ഗംഗാമാതാവിന്റെ മുമ്പില് തൊഴുതു നിൽക്കുന്ന കാഴ്ച എല്ലാ ഫെബ്രുവരിയിലും ഞാൻ അവിടെ പോകുമ്പോ കാണാറുണ്ട്. ഈ മാസം ഞാൻ ഫെബ്രുവരി പോകുന്നു കുംഭമേളയ്ക്ക് സെമിനാറിൽ പങ്കെടുക്കാൻ. 14-ാം തീയതി ഞാൻ പോകും, പിന്നെ 26-ാം തീയതി വരുള്ളൂ. 14-ാം തീയതി പോയിട്ട് 21-ാം തീയതി വരും, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ചേർത്ത് 26. അപ്പൊ ഞാനിങ്ങനെ ആഗ്രഹിച്ചത് നിങ്ങളൊന്ന് പോകണം. നമ്മുടെ ധർമ്മം എന്താണ്, ലോകം സ്വീകരിക്കുന്നത് തിരിച്ചറിയണം. ഞാൻ നാസായിൽ പോയിരുന്നു കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തില്. ആ നാസായിലെ ശാസ്ത്രജ്ഞന്മാര് കേൾക്കുന്നത് നമ്മുടെ വേദങ്ങളാ. നാസയ്ക്കകത്ത് എല്ലാവർക്കും പെർമിഷനൊന്നും ഇല്ല. പോവാൻ ഭാഗ്യം കിട്ടി, അവര് വേദമന്ത്രങ്ങൾ കേൾക്കുന്ന കണ്ടു. ഭാരതത്തിലെ വേദഗണിതം, ഭാരതത്തിലെ സംസ്കൃതം, ഭാരതത്തിലെ സംഗീതം, നൃത്യങ്ങള്, ഭാരതീയമായതെല്ലാം 2 കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു കാലഘട്ടത്തില് നമുക്ക് ജീവിക്കാൻ ഭാഗ്യം കിട്ടി. ഞാൻ കുറച്ചു മുമ്പ് നിങ്ങളോട് പറഞ്ഞു, കണ്ണൂർ പോയപ്പോ എത്രയാ പ്രോഗ്രാമുകൾ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ അറേഞ്ച് ചെയ്തത്. എനിക്ക് ഒരു വേദനയുണ്ട്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മാതാ അമൃതാനന്ദമയ്യെ കാണാൻ പിണറായി വിജയൻ സാറോ അച്യുതാനന്ദൻ സാറോ പോയിട്ടില്ല. സത്യസായി ബാബയെ കാണാനും പിണറായി വിജയനും അച്യുതാനന്ദനും പോയിട്ടില്ല. ഇതിനകത്ത് മാർക്സിസ്റ്റ് പാർട്ടിക്കാരുണ്ടെന്ന് എനിക്ക് നല്ലോണം അറിയാം. പുറത്തുള്ളവരും മാർക്സിസ്റ്റ് പാർട്ടിക്കാരുണ്ട്. ഈ മൈക്ക് എത്ര ദൂരം വെച്ചിട്ടുണ്ടെന്ന് ചോദിക്കാൻ ഞാൻ മറന്നുപോയി. അത് എത്ര ദൂരം വെച്ചിട്ടുണ്ടെങ്കിൽ അത് കേൾക്കുന്നവരും മാർക്സിസ്റ്റ് പാർട്ടിക്കാരുണ്ട്. മതം കറുപ്പാണ്, ഒരു ക്ഷേത്രം തകർത്താൽ അത്രയും അന്ധവിശ്വാസം ഇല്ലാതെയാവുമെന്ന് പറഞ്ഞ ഒരു പാർട്ടിയുടെ ആരാധ്യനായ, ഞാനും ബഹുമാനിക്കുന്ന പിണറായി വിജയൻ സാറും ആരാധ്യനായ അച്യുതാനന്ദൻ സാറും കർദിനാളിന് സ്വീകരണം കൊടുക്കാൻ പോയപ്പോ അധ്യക്ഷം വഹിച്ചു. ആ കർദിനാള് ആരാ? മതത്തിന്റെ മേധാവിയാ. പോപ്പാണ് അയാളെ കർദിനാളാക്കിയത്. ഈ കർദിനാളാണ് കന്യാകുമാരി ജില്ലയെ കന്യകാമേരി ജില്ലയാക്കണം എന്ന് പറഞ്ഞത്. കന്യാകുമാരി ജില്ലയെ അത്ര മതത്തിന്റെ തീവ്രവാദമുള്ള 2 കർദിനാൽമാരിൽ ഒരാളെ സ്വീകരിക്കാൻ എന്തിനാ പിണറായി വിജയൻ അധ്യക്ഷം വഹിച്ചത്? എന്തിനാ അച്യുതാനന്ദൻ സാറ് വന്ന് ആശംസാ പ്രസംഗത്തിൽ അവാർഡ് കൊടുത്തത്? അപ്പൊ ക്രിസ്ത്യാനികളുടെ മതം ഇവിടെ വളരട്ടെ, ഹിന്ദുവിന്റെ മതത്തിന് മാത്രമേ എതിരുള്ളൂ. ഇവിടെയുള്ള മാർക്സിസ്റ്റുകാരോട് ഉൾപ്പെടെ ഗോപാലകൃഷ്ണൻ തൊഴുകയോടെ ചോദിക്കുന്നു, ഏറ്റവും അധികം മതം മാറ്റം കേരളത്തിൽ നടന്നിരിക്കുന്നത് ഇവരുടെ 2 പേരുടെയും സമുദായത്തിൽ നിന്നാ, ഈഴവ സമുദായത്തിൽ നിന്നാ. കഴിഞ്ഞ ആഴ്ച നാരായണ ഗുരുദേവൻ സ്ഥാപിച്ച ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിനോട് ചേർന്നിരിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുള്ള ഈഴവ കുടുംബമാണ് കഴിഞ്ഞ ആഴ്ച മതം മാറിയത്. പൈസ ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല, കോടിക്കണക്കിന് സ്വത്തുള്ളത്. ആ അവനവന്റെ സമുദായത്തിൽ നിന്ന് മതം മാറിയിട്ട് പോലും, ഇവരാ മതം മാറ്റുന്നതെന്ന് അറിഞ്ഞിട്ട് പോലും അവരെ സ്വീകരിക്കുന്നതിൽ അധ്യക്ഷം വഹിക്കാൻ ഈ നേതാക്കന്മാർക്ക് വിഷമം തോന്നിയില്ല. സനാതന ധർമ്മത്തിനു വേണ്ടി മതം മാറ്റാതെ ജീവിക്കുന്ന അമൃതാനന്ദമയിയുടെ അടുത്തേക്ക് ഇവർ പോയിട്ടില്ല. ഏത് പാവപ്പെട്ടവന് വെള്ളവും ഭക്ഷണവും വിദ്യാഭ്യാസവും ഒന്നും വാങ്ങിക്കാതെ കൊടുത്ത സത്യസായി ബാബയുടെ അടുത്തേക്ക് ഇവിടെ പോയിട്ടില്ല. എനിക്ക് ഇവിടെയുള്ള മാർക്സിസ്റ്റുകാരോട് പറയാനുള്ളത്, നിങ്ങളൊന്ന് ചിന്തിക്കണം. കണ്ണൂരിൽ ഞാനിത് പറഞ്ഞു, എനിക്കറിയാം പരിണത ഫലം ചിലപ്പോ ഭീകരമായിരിക്കുന്ന ഒന്നും ഒരാളും ചെയ്തില്ല.
പാതിരാത്രിക്കാ ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് തൃശ്ശൂരിലേക്ക് വന്നത്. കൂട്ടത്തിലുള്ളവർ പലരും പറഞ്ഞിരുന്നു, സാറേ പാതിരാത്രിക്ക് പോകണോ? സാർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ മൈക്കിൽ വിളിച്ചു പറഞ്ഞത്? മരിക്കുകയാണെങ്കിൽ അങ്ങ് മരിക്കട്ടെ എന്നേ, ഇല്ലാത്തതൊന്നും പറഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ. ഹിഡൻ അജണ്ടയൊന്നും ഗോപാലകൃഷ്ണൻ ഇല്ല. ഗോപാലകൃഷ്ണൻ കെജ്രിവാളിനെ പോലെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാനും പോണില്ല, ഇലക്ഷനൊട്ട് നിൽക്കാനും പോണില്ല, ആരെങ്കിലും അവാർഡ് തന്നാലൊട്ട് മേടിക്കാനും പോണില്ല. അബദ്ധത്തിലാ ഈ ചെറിയ റോസാപ്പൂ എൻ്റെ കയ്യിൽ തന്നത്. ഞാനത് പാടില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും ബൊക്കെ തരികയാണെങ്കിൽ ഞാൻ പറയാറുണ്ട്, തീരെ നിവൃത്തിയില്ലെങ്കിൽ കോളിഫ്ലവർ തരികയെന്ന്. അപ്പൊ ആർക്കെങ്കിലും കൊടുക്കാമല്ലോ പോകുന്ന പോക്കിന്. ഞാൻ പൊന്നാട മേടിക്കാറുമില്ല, കൊടുക്കാറുമില്ല, സർട്ടിഫിക്കറ്റ് മേടിക്കാറുമില്ല, കൊടുക്കാറുമില്ല. ഈ രാമകൃഷ്ണ ആശ്രമത്തിലെ കഴിഞ്ഞ വർഷത്തെ അവാർഡ് എനിക്കാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ രാഷ്ട്രത്തെയും എൻ്റെ ധർമ്മത്തെയും കുറിച്ച് ലോകത്തിന്റെ ജനതയോട് അറിയിക്കുന്നതിന് എനിക്ക് എന്തോന്ന് അവാർഡ്, എനിക്ക് എന്തോന്ന് പൊന്നാട, എനിക്ക് എന്തോന്നിന് സർട്ടിഫിക്കറ്റ്, എനിക്കിതിന്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് വേണ്ടെന്ന് അപ്പൊ തന്നെ ഫോണിൽ വിളിച്ചു പറഞ്ഞു. അപ്പോ ഏത് വ്യക്തിയെ കുറിച്ചും പറയുമ്പോഴത്തേക്കും സത്യമല്ലാത്തത് ഗോപാലകൃഷ്ണൻ പറയാറില്ല, പറയാൻ അനുവദിക്കരുതേ ജഗദീശ്വര എന്നാ പറയാ. ജീവിതത്തിൽ പകർത്താത്തതും മൈക്കിലൂടെ പറയാറില്ല. അപ്പോഴും എനിക്കറിയാം, എന്റെ മുമ്പിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ കോട്ടുവായ വിടാതെ വാച്ച് നോക്കാതെ ഈ വർക്കിംഗ് ഡേയില് 10 തൊട്ട് 11:45 വരെ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ഗോപാലകൃഷ്ണൻ സംസാരിക്കുന്നത് കൊണ്ടല്ല ഇരിക്കുന്നത്, പറയുന്ന വാക്കിന്റെ മൂല്യമുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കില്ല, നിങ്ങളൊരു ഒറ്റാളിരിക്കില്ല. അതുകൂടി എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കണം. നമ്മൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിലും ഓർമ്മിക്കാം, ഓരോ പഞ്ചായത്തിലും മുസ്ലിം ആധിപത്യം സ്ഥാപിക്കാൻ അവർ ശ്രമിക്കാം. ഓരോ പഞ്ചായത്തിലും ക്രിസ്ത്യാനികൾ ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് ക്രിസ്ത്യാനികളെ ജയിപ്പിക്കുള്ളൂ. ഇവിടത്തെ പഞ്ചായത്തിൽ 30 അംഗങ്ങൾ ഉള്ളതില് 27 മുസ്ലിങ്ങളാ, 3 ഹിന്ദുക്കളെ ഉള്ളൂ. പക്ഷെ ഹിന്ദുക്കളുടെ എണ്ണം നോക്കിയാൽ 40-42% ഉണ്ട്. എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിക്കാം. അമ്പലം നന്നാക്കിയാൽ മാത്രമൊന്നും പോരാ. നമ്മുടെ കൂട്ടത്തില് ഹൈന്ദവ ജനതയെ ജയിപ്പിക്കാൻ, അത് മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ള ഹിന്ദു ആണെങ്കിലും കോൺഗ്രസിലുള്ള ഹിന്ദു ആണെങ്കിലും BJPയിലുള്ള ഹിന്ദു ആണെങ്കിലും ഹിന്ദുവിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ജയിക്കുമെന്ന് ഉറപ്പുള്ളവനെ ജയിപ്പിക്കാം, ജയിക്കുമെന്ന് ഉറപ്പുള്ള ഹിന്ദുവിനെ ജയിപ്പിക്കാം.